ഞാൻ നേരിട്ട് കണ്ടതെന്ന് പറഞ്ഞാല് അത് കുറെ ഉണ്ട്. അതെനിക്ക് ഇപ്പം വെളിപ്പെടുത്തിയാൽ ഇവിടെ ഇനിയും കൂടുതൽ ശത്രുക്കൾ ഉണ്ടാവും. എന്ന് വെച്ചാൽ എന്റെ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് ഇവരിൽ നിന്ന് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനേക്കാണ് ഇനി ഇപ്പൊ എന്നെ എന്തെങ്കിലും ചെയ്താൽ എനിക്ക് പ്രശ്നമില്ല. പക്ഷെങ്കിൽ ഞാൻ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല. സാറിന് ഗുണ്ടകൾ കൂട്ടിക്കൊണ്ടുവന്ന ഒരു വണ്ടിയിൽ അപ്പോൾ അവര് ഇതിനകത്ത് വരുന്നത് ഇവിടുത്തെ മുനീശ്വരൻ കോവിലിന്റെ അടുത്ത് കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ വേറൊരു വണ്ടിയിൽ കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ അകത്ത് നേരം ആ ഡ്രൈവർ നമുക്ക് നുണ പരിശോധന നടത്തിയാല് ആ ഡ്രൈവർക്ക് നന്നായിട്ട് സത്യം മനസ്സിലാവും. കണ്ടതാ ഞാൻ പറഞ്ഞത് സംഭവം. അപ്പൊ മുനീശ്വരൻ കോവിലിന്റെ മുന്നിൽ നിന്ന് ഗുണ്ടകൾ കൊണ്ടുപോകുന്ന കണ്ടു നമ്മള്. അതെ അതെ അതെ. അപ്പൊ വലിച്ചതുണ്ട്, കണ്ണിന്റെ താഴെയുണ്ട്, പിന്നെ നെറ്റിക്കുണ്ട്, പിന്നെ ഇവിടെ സൈഡ് ഭാഗത്തൊക്കെ ഉണ്ടായിരുന്നല്ലോ, പിന്നെ കഴുത്തിനുണ്ട്. അതായത് തൂങ്ങി മരണാണെങ്കിൽ കഴുത്തിന് ഇത്ര ചെറിയ നേരിയ ഒരു പ്ലാസ്റ്റിക് ആണെങ്കിൽ കഴുത്ത് ഒന്നുകിൽ മുറിഞ്ഞു പോകും, അതല്ലെങ്കിൽ പ്ലാസ്റ്റിക് പൊട്ടിപ്പോവും. ഇത് രണ്ടും ഉണ്ടായില്ല. അപ്പൊ തൂങ്ങിയിട്ടില്ല, അവർ അങ്ങനെ കെട്ടി തൂങ്ങിയിട്ട് പോലുമില്ല. ഇത് ഇവിടുത്തെ CPM ഒരു കാലിന് വികലാംഗനായ ഒരാളാണ് ആദ്യം പറയുന്നത് ഈ സാറ് തൂങ്ങി വെച്ചതാണ്. അപ്പൊ അവർ ഇതിനകത്ത് ഇവിടുത്തെ ഒരു ഗവൺമെന്റ് എംപ്ലോയി ആണ് അയാള്. അപ്പൊ അയാളെ പറയുന്നത് ഒരു നീളം കുറഞ്ഞിട്ട് ഒരു വെളുത്ത ഒരാളുണ്ട്, അയാളെ ഫോട്ടോസ് വരെ എന്റെ കയ്യിലുണ്ട്. അപ്പൊ അയാളാണ് പറയുന്നത് ഇത് തൂങ്ങി വെച്ചെന്ന്. ആര് കണ്ടു? ഒരാളും കണ്ടില്ല. പിന്നെ രണ്ടാമത് ആ പോലീസിന്റെ ഇൻക്വസ്റ്റില് ആദ്യം ഒരാൾ മരിച്ചു എന്ന് കണ്ടാൽ തന്നെ പോലീസ് നായനെ കൂട്ടി വരണം. പിന്നീട് പോലീസ് നായനെ കൂട്ടി വന്നതിന് ശേഷം അവിടെ ഇതിന്റെ രണ്ടാമത്തെ ഇതെന്താ വെച്ചാല് ഒരു നീളം കുറഞ്ഞിട്ട് ഒരു വികലാംഗനെ പോലുള്ള ഒരാളാണ് ഇത് തൂങ്ങി മരിച്ചതെന്ന് പറയുന്നത്. അപ്പൊ പോലീസ് നായ മുറിയിലേക്ക് കൊണ്ടുവരേണ്ടത് പോലീസിന്റെ കടമയാണ്. അവർ ഇന്നലെ ആരെങ്കിലും തൊട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ വിലയിരുത്തേണ്ട പോലീസ് നായയിൽ കൂടിയാണ്. അത് ഉണ്ടായില്ല. രണ്ട് ഭാര്യയോ അല്ലെങ്കിൽ അനുജനോ അല്ലെങ്കിൽ അവരെ ബന്ധുക്കളോ വന്നിട്ട് കൺഫേം ആക്കണം ഈ മുറി എങ്ങനെയാ മരണപ്പെട്ടതെന്ന്. അതും ഉണ്ടായില്ല. അതിനുശേഷം പിന്നെ ഉണ്ടായ തെളിവുകൾ നിങ്ങൾക്കറിയാലോ. ബാക്കി അവിടുന്ന് കൂട്ടിക്കൊണ്ടുപോകുന്ന പരിയാരത്തേക്കൊന്നും പോകേണ്ട ആവശ്യം. കണ്ണൂരിന്റെ അടുത്ത് ജില്ലാ ആശുപത്രി ഉണ്ട്, അവിടെ കൂട്ടിപ്പോയില്ല. അല്ലെങ്കിൽ കോഴിക്കോട് പോകാം, അതും പോയില്ല. ഇവിടെ പരിയാരം എന്ന് പറഞ്ഞാൽ ഇതിനേക്കാണ് പയ്യന്നൂരിന്റെ അടുക്കാണ് പരിയാരം വരുന്നത്. അവിടെയും ഈ കണ്ണൂരിന്റെ ആശുപത്രി അടുത്തുള്ളതല്ലേ നമ്മൾ നോക്കുക. അങ്ങനെയാണെങ്കിൽ അതും ചെയ്തില്ല. നമസ്കാരം. കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബുവിന്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ ദുരൂഹ മരണത്തിൽ നിരവധി തെളിവുകൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഏതായാലും SIT എന്ന പോലീസ് സംഘം ഇതുവരെ മനഃപൂർവ്വം ഒഴിവാക്കി വിട്ട പല സത്യങ്ങളും, അവർ കണ്ടിട്ടും കാണാതെ പോയ പല സത്യങ്ങളും നമ്മെ തേടി, അതായത് ആ സത്യം ഇന്നതാണ് എന്ന് കേരള സമൂഹത്തിനോട് പറയുന്ന രീതിയിൽ ഒത്തിരി പേർ ഇപ്പോൾ വന്നു കഴിഞ്ഞു. അതിൽ ഒരാളാണ് വീണാമണി. ഈ വീണാമണി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ, കണ്ണൂരിൽ നിന്ന് പത്തനംതിട്ടയുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വന്ന് അദ്ദേഹത്തിൻ്റെ അനുജനായ വക്കീലിനോട് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ മൃതശരീരം കൊണ്ടുവരുന്നതിന് മുമ്പാണ് ആ വീട്ടിലെത്തിയത്. അദ്ദേഹത്തിൻ്റെ സഹോദരനോട് പറയുന്നു നിങ്ങൾ റീപോസ്റ്റ്മോർട്ടം ചെയ്യണം എന്ന്. ഏതായാലും ഇതെല്ലാം കഴിഞ്ഞ കഥയാണ്. ഇത് കഴിഞ്ഞ കഥ. ഈ വീണാമണിയുമായി നമ്മുടെ തന്നെ ക്രൈം ഓൺലൈനിൽ നിന്ന് അവരോട് നാം അല്പം മുമ്പ് സംസാരിച്ചു. അവരുടെ നമ്പർ കിട്ടാനൊക്കെ വളരെ പ്രയാസമായിരുന്നു. എന്നിരിക്കലും അവരുടെ ഫോണിലേക്ക് നാം സംസാരിച്ചു. ആ സംസാരത്തിൽ അവർ ശരിക്കും ഭയപ്പെടുന്നുണ്ടായിരുന്നു. അവർക്ക് ശരിക്കും അവരുടെ മനസ്സിൽ വല്ലാത്ത പേടിയാണ്. അവർ പറഞ്ഞ സത്യങ്ങൾ പുറത്തു വന്ന ശേഷം അവർക്കിപ്പോൾ ജീവനിൽ ഭയമുണ്ട്. അവർ നമ്മോട് പറഞ്ഞത്, സർ ഞാൻ ആത്മഹത്യ ചെയ്യില്ല, ഞാൻ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല, ഞാൻ നിങ്ങളോടൊക്കെ സത്യം പറഞ്ഞതിൻ്റെ പരിണിതഫലം ഞാൻ ഇപ്പോൾ അനുഭവിക്കുന്നു, എനിക്ക് 2 മക്കളുണ്ട്, നിങ്ങളൊക്കെ നിങ്ങളുടെ വീടുകളിൽ പോകുന്നില്ലേ, ഓഫ് റെക്കോർഡായും ഓൺ റെക്കോർഡായും ഞാൻ അവരോട് സംസാരിച്ചതിലുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. സാർ എനിക്ക് ജീവനിൽ പേടിയാണ്. അപ്പോൾ നാം അങ്ങോട്ട് പറഞ്ഞത് നമ്മൾ നിങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും നൽകുന്നുണ്ട്, നിങ്ങളെ ആരും ഒന്നും ചെയ്യില്ല എന്നാണ് വീണാമണിയോട് നാം പറഞ്ഞത്. അവർ അങ്ങനെ സംസാരിച്ച് വന്ന കൂട്ടത്തിൽ ഇതുപോലെ ഓൺലൈൻ മീഡിയയിൽ വർക്ക് ചെയ്തിരുന്ന കൈരളി TVയിൽ നേരത്തെ ഉണ്ടായിരുന്ന പ്രദീപ് എന്ന ഒരു മാധ്യമപ്രവർത്തകൻ്റെ കാര്യവും പറഞ്ഞു. അത്തരത്തിൽ നിങ്ങൾക്കും വധഭീഷണിയാകും എന്നും അവർ നമ്മോട് പറഞ്ഞു. നാം അവർക്ക് ധൈര്യം കൊടുത്തു. അവരോട് സംസാരിച്ച ചുരുങ്ങിയ സമയം അവരുടെ പെർമിഷനോടുകൂടി നാം റെക്കോർഡ് ചെയ്ത ഒരല്പം ഓഡിയോ ശകലം നിങ്ങൾക്ക് നാം വിടുന്നു. കാര്യം അവർ നമ്മോട് സംസാരിക്കാൻ ഒരുപാട് ഭയപ്പെട്ടു. ആ ഭയപ്പാടിനിടയിലും അവർ നമ്മോട് പറഞ്ഞ ചില സത്യങ്ങൾ നിങ്ങൾക്ക് കേൾക്കാനായി നാം നൽകുകയാണ്. അതായത് അവർ ഈ സത്യം പറഞ്ഞ ശേഷം അവർക്ക് വളരെ വലിയ വധഭീഷണി പല ഭാഗങ്ങളിൽ നിന്നും ഉണ്ട്. ഈ ഒരു സത്യം, ഇങ്ങനെ ഒരു സംഭവം, നവീൻ ബാബു എന്ന ഒരു മനുഷ്യൻ, ഈ ഒരു വലിയ ഉദ്യോഗസ്ഥൻ മരിച്ച ശേഷം കണ്ണൂർ
ഭാഗത്ത് ഒരു വല്ലാത്ത അന്തരീക്ഷമാണോ എന്ന് നാം ചോദിക്കുമ്പോൾ, ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ട് ദിവസങ്ങളായി, എൻ്റെ മക്കളെ കണ്ടിട്ട് കുറച്ച് ദിവസങ്ങളായി, എനിക്ക് എൻ്റെ വീട്ടിൽ പോകാൻ കഴിയുന്നില്ല എന്നൊക്കെയാണ് അവർ നമ്മോട് പറഞ്ഞത്. ഏതായാലും കഴിഞ്ഞ ദിവസം മറ്റൊരു ഓൺലൈൻ ചാനലിൽ സംസാരിച്ച ശബ്ദരേഖയാണ് നാം നിങ്ങൾക്ക് സമർപ്പിച്ചെങ്കിൽ ഇന്ന് നാം തന്നെ അവരോട് സംസാരിച്ചതിലെ ഏറ്റവും പ്രസക്തമായ ഭാഗങ്ങൾ നിങ്ങൾക്ക് നൽകുന്നു. ഏതായാലും ദയവായി കേട്ടാലും. അവർ ശരിക്കും ഭയപ്പെടുന്നുണ്ട്. ഈ പറയുന്ന അവർ ഈ സത്യം പറഞ്ഞ ശേഷം അവർക്കിനി ഏതെല്ലാം ഭാഗത്തു നിന്ന് ഭീഷണി ഉണ്ടാകും. ആ സ്ത്രീയെ നാം ഈ നൽകുന്ന ഓഡിയോ ക്ലിപ്പ് എല്ലാവരും കേൾക്കണം. ഒരു വേള അവരുടെ ആ മനസ്സിൻ്റെ വിഹ്വലതയാണ് അവർ നമ്മോട് പറയുന്നത്. ഏതായാലും അവർക്ക് വളരെ മാനസികമായ ഒരു പിന്തുണ നാം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ നാം എന്നല്ല, ഈ കേരള സമൂഹം അവരോട് നിൽക്കണം എന്നാണ് നമുക്ക് താഴ്മയായി നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരോടും പറയാനുള്ളത്. ഇന്നലെ ഈ വീഡിയോ പുറത്തു വിടുമ്പോൾ അവരുടെ വീടും കാര്യങ്ങളും എന്തിനു പറഞ്ഞു എന്നൊരു കമൻറ്റ് അതിൻ്റെ താഴെ ഉണ്ടായിരുന്നു. ദയവായി ക്ഷമിക്കണം. ആ വീഡിയോയിൽ നാം തന്നെ പറഞ്ഞില്ല എന്നുണ്ടെങ്കിലും അവർ പറയുന്നുണ്ട് എൻ്റെ വീട് കൂത്തുപറമ്പിന് സമീപത്താണെന്ന് അവർ തന്നെ പറയുന്ന ഓഡിയോ ക്ലിപ്പ് ഉണ്ടായിരുന്നു. ആ ഓഡിയോ ക്ലിപ്പ് കൂടെ കൊടുത്താലേ ആ ശബ്ദശകലം പൂർണ്ണമാകൂ എന്ന് കരുതിയാണ് നാം കൊടുത്തത്. അങ്ങനെ അഥവാ ഞങ്ങൾ അത് ഇട്ടതിൽ തെറ്റായി പോയി എന്നുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുന്നു. ഏതായാലും ഇപ്പോൾ നാം ഈ ഇടുന്ന ശബ്ദരേഖ കേരള സമൂഹം കേൾക്കണം. തീർച്ചയായും അതിൽ അവരോടൊപ്പം നാം നിൽക്കുന്നു എന്ന് തന്നെ അവർക്ക് ബോധ്യമാകത്തക്ക രീതിയിൽ നാം പ്രതികരിച്ചിട്ടുണ്ട്. ഈ ശബ്ദശകലത്തിലേക്ക് നന്ദി, നമസ്കാരം. പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് പറയാനുള്ള കാര്യം വ്യക്തമായിട്ട് ഞങ്ങളൊക്കെ എന്റെ ജീവൻ ഭയപ്പെടുത്തിയില്ല. മാഡത്തിന് അങ്ങനെ ആരും ഒരു ചുക്കും ചെയ്യില്ല. മാഡത്തിന് ആരും ഒരു ചുക്കും ചെയ്യില്ല. 100 സെക്കൻഡിലും ഫസ്റ്റിലും കൂത്തുപറമ്പിലും മിഞ്ഞാന്ന് പോയി. ഞാൻ എന്റെ വീട്ടിൽ പോയിട്ടില്ല. എന്റെ വീട്ടിൽ അടുത്തിട്ടിരിക്കുന്ന ഈ സാർ മരിച്ചോണ്ടില്ല. പിന്നെ എനിക്ക് പറയാനുള്ളത് കോടതിയോടാണ്. മാഡം ഞാനൊരു കാര്യം ചോദിക്കട്ടെ മാഡം, നിങ്ങൾക്ക് അത്ര സീതി ഉണ്ടോ? നിങ്ങൾ അത്രയ്ക്ക് എന്തെന്നറിയാം അവരുടെ ബോഡി ദഹിപ്പിക്കുന്നതിന് മുമ്പ് ഞാൻ അവിടെ ഒരു അഡ്വക്കേറ്റിനോടാ പറഞ്ഞത്. അപ്പൊ ഞാനിപ്പോ അന്ന് ശരിക്കും പറഞ്ഞാല് അവിടെ പോയി കോടതിയോട് പെർമിഷൻ വാങ്ങി ഈ ബോഡി ഒന്നുകൂടി പുനഃപരിശോധന നടത്തി ബോഡി ദഹിപ്പിക്കുന്നതിന് മുമ്പ് ചെയ്യണമെന്ന് പറയാൻ മതി. ഒരു അഡ്വക്കേറ്റ് വീട്ടിലുണ്ടാവും. ഞാൻ അത് ചെയ്തില്ല എന്ന് എന്റെ അടുത്ത് തെറ്റുപറ്റി. എന്ന് വെച്ചാൽ മലയാളപ്പുഴയിൽ ഹൈക്കോടതിയിൽ എത്താൻ കുറെ സമയം പിടിക്കും. കണ്ണൂരിൽ നിന്ന് ഞാൻ അവിടെ എത്തിയെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു സത്യാവസ്ഥ ഉണ്ടായതുകൊണ്ടായിരിക്കും എത്തിയിട്ടുണ്ടാവുക സാറേ. തീർച്ചയായിട്ടും മാഡം, നിങ്ങൾ പറഞ്ഞ നിങ്ങൾക്ക് നവീൻ ബാബു സാറിനെ അറിയാം. നിങ്ങൾ ആ സർക്കംസ്റ്റാൻസസ് കണ്ടു. നിങ്ങൾ എന്റെ വീട്ടിൽ വന്നാല് കസ്റ്റമർസിൽ ഒപ്പിട്ടിട്ട് ഞാൻ വയസ്സായവർക്ക് സുപ്രീം കോടതി വരെ ഞാൻ ഒരു 4 ദിവസം മുമ്പ് പോയത്. ഇന്ന് ഞാൻ ഇവിടുത്തെ തൃശ്ശൂരിലെ ഒരു കോടതിയിൽ ഞാൻ അത് അദാലത്ത് വെച്ച് പങ്കെടുത്തിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. ഞാനൊരു ചെറിയ സംശയം ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ പോകാൻ പേടിയാണോ? നിങ്ങളുടെ നാട്ടിൽ പോകാൻ പേടിയാണോ? കണ്ണൂർ അത്ര ഭീതിജനകമായ അന്തരീക്ഷമാണോ ഈ മരണശേഷം? എന്റെ വീട്ടിൽ ക്യാമറയുണ്ട്. ഞാൻ എന്ന് പറഞ്ഞിട്ട് അവിടെ ആർക്കും വേണ്ടിയിട്ട് എന്റെ ജീവൻ പൊലിക്കാൻ ഞാൻ സാധിക്കില്ല സാറേ. എനിക്ക് ജീവിക്കണം. മരണശേഷം നിങ്ങളെ CPM നേതാക്കൾ ഫോണിലൊക്കെ വിളിച്ച് ചീത്തയൊക്കെ പറഞ്ഞോ? അത് ക്യാമറയുണ്ടല്ലോ. കണ്ണൂർ കോടതിന്റെ അവിടുത്തെ ഇന്നലെ നടന്ന സംഭവങ്ങൾ എന്താണ്? ഇപ്പൊ കുറെ ആൾക്കാർ വിളിക്കുന്നുണ്ട്. അവരൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇതൊക്കെ എന്ത് പറയാം. അതുപോട്ടെ, ഇപ്പൊന്നും പറഞ്ഞില്ല. ഞാൻ പറയുന്നത് നാളെ രാവിലെ 9 മണിക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു